ഇന്ന് പെരിക്കോട് ഫൈനാൻസ് സൊസൈറ്റി വിഭാസം ഇട പിന്നെയും ഒരു FT അനുസ്മരണം നടത്തുകയാണ്. നമുക്കറിയാം MT വിട പറഞ്ഞിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. അല്പം വൈകിപ്പോയി എന്ന് നമുക്കറിയാം. പക്ഷേ FTയെ പോലുള്ള ഒരു വ്യക്തിയെ അനുസരിക്കുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യരായ വ്യക്തികളെ തന്നെ കിട്ടണം എന്നുള്ളത് നമ്മുടെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതിന് അനുയോജ്യമായ വ്യക്തിയെ കിട്ടുന്നത് വരെ അല്പം വൈകിയാലും കാത്തിരിക്കുക എന്നുള്ളതുകൊണ്ടായിരുന്നു അല്പം വൈകിപ്പോയത്. ഏറ്റവും അഭിമുഖത്തെ ഈ വിഭാസങ്ങളുടെ പേരുള്ളത് ഒരു സമയം വളരെ കുറവാണ്. കൃത്യം 5:30 കണ്ണൂരിലെ നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഔപചാരികതയൊന്നുമില്ല. വിഭാസോടെ എളിയ ക്ഷണം സ്വീകരിച്ച് പെരിക്കോടിന്റെ വഴിയിലേക്ക് എത്തിയ നമ്മുടെ മലയാളത്തിലെ അഭിമാനം ശ്രീ ജിയോബാൽ ESനെ വിഭാസോടെ അഭിവാദിച്ച് പെരിക്കോട് നാടിനു വേണ്ടി സ്നേഹാദരം അർപ്പിക്കുകയാണ്. ഗംഭീരെ കുറിച്ചൊന്നും ഒരു അന്വേഷണവും സ്വാഗതവും പ്രസംഗങ്ങൾ പറയേണ്ടതില്ല. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കുവാനാണ് നമ്മളെല്ലാം തിരഞ്ഞെടുത്ത കഥകളുടെ ആമുഖത്തിൽ 1968 പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരുപാട് നിഗൂഢതകളുള്ള വലിയ മഹാസമുദ്രത്തേക്കാൾ എനിക്കിഷ്ടം ഞാൻ അറിയുന്ന ഞാൻ സ്നേഹിക്കുന്ന നിലയാണ് എന്ന് പറഞ്ഞു. ആ നിലയെക്കുറിച്ച് ജീവിതത്തിലും എഴുത്തിലും ഏറെ ഉപാസിച്ച എഴുത്തുകാരനാണ് MT. അതുകൊണ്ട് തന്നെ ആ വലിയ എഴുത്തുകാരൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും ആ നില ഇപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ വലിയ നാലുകെട്ട് അദ്ദേഹം തീർത്ത ആ വലിയ നാലുകെട്ട് അത് മലയാളത്തിൻ്റെ മണ്ണിൽ മലയാളം ഉള്ളിടത്തോളം കാലം ഈ ലോകം ഉള്ളിടത്തോളം കാലം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാചകവും MTയെ കുറിച്ചോ മറ്റൊരു കാര്യത്തെ കുറിച്ചോ പറയുന്നത് അരോചകമാവും എന്നുള്ളതുകൊണ്ട് തന്നെ വൈകാരിക പ്രാധാന്യമുള്ള ഈ പരിപാടിയുടെ ലക്ഷ്യം സ്വാഗതം ആശംസിച്ച സമീപനായിട്ടുള്ള സദസ്സിലുള്ള മറ്റ് വലിയ തിരക്കാണെന്ന് കാണിക്കാൻ വേണ്ടി തിരക്ക് കാണിക്കുന്നത് ഒരു വഴി പോകുമ്പോൾ 1-2 പരിപാടികൾ ഏൽക്കുക എന്നൊരു ദൃശ്യങ്ങളുണ്ട്. അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ന് കണ്ണൂരിൽ പരിപാടി ഏറ്റു. അപ്പോൾ ഇത് വെച്ചപ്പോൾ നമുക്കെല്ലാം എണ്ണം വെച്ചാൽ നമുക്ക് 3 മണിക്ക് ചെയ്ത് 5 മണിക്ക് പോകാൻ പറ്റും. തിരുവനന്തപുരത്തുകാർക്ക് വലിയ ധാരണയില്ല. എന്തായാലും എങ്ങനെയെങ്കിലും ഓടി എത്താനുള്ള വിചാരത്തിലാണ് 2 പരിപാടികൾ വെച്ചത്. അതിലേക്ക് വരുന്ന എനിക്കൊരു തെയ്യം, ഒരു തറവാട്ടിലെ തെയ്യത്തെ കാണാൻ പോയി. തെയ്യം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അത് അനുഗ്രഹം വാങ്ങിയിട്ടാണ് നമ്മളിതിവിടെ ഈ ഉച്ചനേരത്ത് കൂടിയിരിക്കുന്നതിൻ്റെ കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച, പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിൻ്റെ ഒരു വൈകാരിക തലത്തിൽ നമ്മുടെ സ്വന്തമായി പോയ ഒരു എഴുത്തുകാരൻ്റെ ദേഹവിയോഗത്തെക്കുറിച്ച് സംസാരിക്കാനും ആ എഴുത്തുകാരൻ്റെ സ്മരണ ഒന്നുകൂടി പുതുക്കാനും എൻ്റേതായ ഒരു പരിപ്രേക്ഷ്യത്തിൽ, ഒരു കാഴ്ചപ്പാടിൽ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി തിരോധാനം ചെയ്ത് കഴിയുമ്പോൾ എന്തിനാണ് നമ്മൾ പിന്നെയും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹമേ തന്നെ നമ്മളോടൊപ്പം തിരിച്ചു വരും. നമ്മൾ ഇഷ്ടപ്പെട്ട എത്രയോ പേര് മരിച്ചു കഴിയും. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കടപ്പാട് പ്രകടിപ്പിക്കാൻ ഓർമ്മ എന്ന് പറയുന്ന ഒരു വിഭവമല്ലാതെ നമ്മുടെ കയ്യിൽ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വിട്ടുപോയ ഒരാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ്
ആ ഓർമ്മയിൽ ആ വ്യക്തിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെ ഓർമ്മയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നിട്ട് പിന്നെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോയതിനു ശേഷം ഭൗതികമായ അവസ്ഥയിൽ നിന്ന് പോയതിനു ശേഷവും എംപിയെ ഓർക്കണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാന്നിധ്യമാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി മലയാള സാഹിത്യത്തിൽ അനിഷേധ്യമായ ഒരു സാന്നിധ്യമാണ്. അനിഷേധ്യം മാത്രമല്ല, സമാനതകളില്ലാത്ത ഒരു സാന്നിധ്യമായി, ഒരു വടവൃക്ഷം പോലെ ഇന്ന് എംജിയെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആശയങ്ങളും അനുഭവങ്ങളും വായിച്ചറിവുകളും ധാരണകളും. ചിലർക്ക് എംജിയെ വ്യക്തിപരമായി അറിയാവുന്നവർ, മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും ഒക്കെ വായിച്ചിട്ട് ആ എഴുത്തുകാരനെ പറ്റി സൃഷ്ടിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് എംജി. ഒന്നുമല്ലെന്നോ ഇതിലെല്ലാം അധീനനാണെന്നോ ഞാൻ പറയും. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ സങ്കല്പിക്കുന്ന എല്ലാം ചേർന്ന ഒരു സ്വരൂപം തന്നെ. എന്നാൽ 90 വയസ്സ് കഴിഞ്ഞ് ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ബാക്കിയുണ്ട്. നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഒരു ഡിഫോൾട്ട് പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ ബിൽറ്റിൻ പീരീഡ് ഉണ്ട്. അത് കഴിയുമ്പോൾ അത് പോയി തന്നെ തീരും. എന്നാൽ അതുകൊണ്ട് നമുക്ക് ദൈവത്തിനോടോ പ്രകൃതിയോടോ എന്നാലും ഞങ്ങളുടെ എഴുത്തുകാരൻ അപഹരിച്ചല്ലോ എന്ന് പറയാൻ നമുക്ക് ന്യായമില്ല. കാരണം 90 വർഷം അദ്ദേഹം അന്തസ്സായി അദ്ദേഹം വിരാജിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ജീവിതം അദ്ദേഹത്തോട് കഴിവ് കാണിച്ചു. കൊണ്ടുപോകേണ്ട സമയത്ത് മാത്രമേ മരണത്തിലേക്ക് അദ്ദേഹത്തെ കൊടുക്കൂ. എങ്കിലും നമുക്ക് സങ്കടമുണ്ട്. എന്തുകൊണ്ട്? കാരണം എംജിയുടെ സാന്നിധ്യം മലയാള സാഹിത്യത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാക്കിയ ഒരു വികാരത്തിൻ്റെ തരംഗമാലകളുണ്ട്. അത് മറ്റ് സാഹിത്യകാരന്മാരെ പോകുമ്പോഴും നമുക്ക് സങ്കടമൊക്കെയുണ്ട്. എത്രയോ വലിയ വലിയ എഴുത്തുകാർ നമ്മളെ വിട്ടുപോയി. എസ് കെ പൊറ്റക്കാട് പോയി, പിന്നെ തകഴി പോയി, ബഷീർ പോയി, എല്ലാവരും പോയി. വലിയ എഴുത്തുകാരായതുകൊണ്ട് അവർ മരണമില്ലാത്ത മനുഷ്യരല്ല, പക്ഷെ മരണമില്ലാത്തവരാണ്. അതാണ് കാരണം. എല്ലാ എഴുത്തുകാരും പോകുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നത് എംജി വാസുദേവൻ നമ്മളെ വിട്ടുപോയപ്പോൾ നമുക്ക് എന്തോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും പോയതുപോലെ ഒരു വിചാരം. എന്താണ് ആ വിചാരം ഉണ്ടാകാനുള്ള കാരണമെന്ന് അന്വേഷിക്കുക മാത്രമാണ് ഞാൻ വിളിച്ചത്. 2 വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോടുള്ള ചില അനുഭവ ബന്ധങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ സാഹിത്യത്തിലെ കുലപതിയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. എന്താണ് എംജിയെ വ്യത്യസ്തത? നമുക്കൊന്ന് ആലോചിച്ചാൽ എത്ര എഴുത്തുകാരുണ്ട്. നല്ല നല്ല ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. സി ബാലകൃഷ്ണൻ ഉൾപ്പെടെ എത്ര ആളുകളാണ് മലയാളത്തിലെ ചെറുകഥാ സാഹിത്യം. എന്നാൽ എംജിയുടെ ഈ സാഹിത്യത്തിലേക്കുള്ള പ്രവേശന കാലഘട്ടം, അദ്ദേഹം വരുത്തിയ മാറ്റം, എംജി എഴുതി തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായ അനന്തരകാലത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ ഭാവുകത്വത്തിൽ നാം അറിയാതെ തന്നെ എംജി സാഹിത്യം വരുത്തിയ മാറ്റം, കഥയിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ത് നമ്മളോട് പറയാതെ പറഞ്ഞു തന്ന എംജിയുടെ കഥ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയും സമ്പന്നമാക്കുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചത് എന്നാണ് 50-കളിലൂടെ സാഹിത്യമുണ്ടല്ലോ. ഇവിടെ പുരോഗമന സാഹിത്യം അങ്ങനെ അരങ്ങ് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് എംജിയുടെ വരവ്. പുരോഗമന സാഹിത്യത്തിൻ്റെ വക്താക്കളൊക്കെ അറിയാം. പ്രധാനമായിട്ടും തകഴിയും അതുപോലെ തന്നെ പി കേശവദേവും ബഷീറും ഒരു പരിധിവരെ ഒറ്റക്കാട്ടിൽ പുരോഗമന സാഹിത്യകാരൻ ഞാൻ പറയുകയില്ല. പക്ഷേ പ്രത്യേകിച്ച് തകഴി, പിന്നെ കേശവദേവ്, പൊൻകുന്നവർക്കി ഇവരെല്ലാം പ്രതിനിധാനം ചെയ്ത ഒരു ജീവിതഗതിയായിട്ടുള്ള ഒരു സാഹിത്യം ഇവിടെ ഉണ്ട്. നമ്മുടെ നോവലുകളിൽ, നമ്മുടെ കഥകളിൽ ആദ്യമായി പിന്നെ യാചകനും വേശ്യകനും പോക്കരടിക്കാരനും ഒക്കെ കടന്നു വരികയാണ്. അതാണ് തകഴി സാഹിത്യത്തിൻ്റെ പ്രത്യേകത. പുരോഗമന സാഹിത്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ നാടുവാഴികളുടെയും കാരണവന്മാരുടെയും കഥ മാത്രമല്ല, ഇവിടെ തോട്ടിക്കുമുണ്ട് പ്രണയിക്കാനൊരു മനസ്സ് എന്ന് പറഞ്ഞ തകഴി ശിവശങ്കരമുണ്ട്. തോട്ടിയുടെ മകൻ പോലെയുള്ള കൃതി അസാമാന്യമായ ധീരതയുടെ ഒരു കൃതിയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചെമ്മീൻ, ഇപ്പൊ നമുക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഗ്ലാമറൈസ് ചെയ്യപ്പെട്ട ശീലയാണ് നമ്മുടെ കടക്കം. അതൊക്കെ പിന്നീടാണല്ലോ. എംജി എഴുതുമ്പോഴാണ് ആ പുറക്കാട് കടപ്പുറത്ത് ഒരു സ്ത്രീ, കുവസ്ത്രീ, പെൺകുട്ടി അവൾ സുന്ദരിയായിരിക്കാം, അല്ലായിരിക്കാം, അവളൊരു പ്രണയത്തിൽ ഇടപെടുന്നു, അതിൻ്റെ നമുക്ക് കഥയറിയാമല്ലോ. അപ്പോൾ ഈ ഒരു
മുക്കുവക്കുള്ളിലുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതവും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയുടെയും എല്ലാവരുടെയും ജീവിതത്തിലും പളനിയുടെ ജീവിതവും ഒക്കെ തന്നെ അതിമനോഹരമായ ഒരു നോവലിനെ പാത്രമാക്കാം, വിഷയമാക്കാം എന്ന വിചാരത്തിലാണ് പുരോഗമന സാഹിത്യം വീണ്ടും വരുന്നത്. അങ്ങനെ എത്ര പേര് ബഷീറിന്റെ കഥാപാത്രങ്ങളൊന്നും തന്നെ മാന്യന്മാരോ യോഗ്യന്മാരോ വീട്ടിൽ കേട്ടാൽ കൊള്ളാവുന്നവരാണെന്ന് നമ്മൾ പറയുന്നില്ല. മുച്ചുട്ടി കളിക്കാരൻ, പോക്കറ്റ് കളിക്കാരൻ തുടങ്ങി സകല തരത്തിലുള്ള ആളുകൾ നമ്മൾ നികൃഷ്ടരെന്ന് വരേണ്ടി വർക്കെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ പോലുള്ള വളരെ മാന്യരായി ജീവിക്കുന്നവർക്ക് വരേണ്ടി വർക്കമെന്ന് തോന്നുന്ന ഒരാളും ബഷീറിന്റെ ലോകത്തില്ല. എല്ലാവരും നമുക്ക് നമ്മുടെ സമൂഹ മനസ്സുകൊണ്ട് വിധി എഴുതി, മുൻവിധി എഴുതി, ഇത് കൊള്ളരുതാത്തവൻ എന്നൊക്കെ എഴുതി വിധി എഴുതി തള്ളുന്ന ആളുകളാണ് പുരോഗമന സാഹിത്യത്തിന്റെ നോവലിന്റെ കഥയുടെ നടുമുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇവരുടെ കഥ പറയുന്നവരാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് മലയാളത്തിലെ നോവൽ സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതുകൊണ്ടാണ് തകഴി നമ്മുടെ നോവൽ സാഹിത്യത്തിന്റെ അമരക്കാരനായി പോയത്. അതിനുശേഷമാണ് വരുന്നത് എം ടി പോലുള്ളത്. എം ടിയുടെ തലമുറ, രാജലക്ഷ്മിയുടെ തലമുറയൊക്കെ അതിനുശേഷം വരുന്നത്. അവരും ജീവിതത്തിലെ ഉന്നത കുലജാതികളുടെ പ്രധാന ഒരു വാക്ക് ഒന്നും കഥയല്ല പറഞ്ഞത്, അധികാരമുണ്ടെന്ന കഥയല്ല പറഞ്ഞത്. അധികാരമില്ലാത്തവർ, ഒരു കാലത്ത് അധികാരം ഉണ്ടായിരുന്ന, സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിലെ തകരുന്ന കുടുംബങ്ങളിലെ നിസ്വരായ സാധാരണ മനുഷ്യരുടെ കഥകളുമായി, എന്നാൽ ജീവിതത്തെ വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹവുമായി തകരുന്ന നാലുകെട്ടിനുള്ളിൽ ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന അപ്പുണ്ണിയെ നമ്മൾ പരിചയപ്പെടുന്നത് നാലുകെട്ടിനുള്ളിൽ കഥകളൊക്കെ വന്നു. പക്ഷെ ആത്യന്തികമായി അപ്പുണ്ണി തന്നെയാണ് എം ടി കഥാപാത്രങ്ങളുടെ ഒരു ആദ്യ രൂപം എന്ന് പറയുന്നത്. ജീർണിച്ച തറവാടിൽ ഈ ജീർണതയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നേടുമെന്ന് വിചാരിക്കുന്ന ഒരു തകർന്ന തറവാടിലെ ഒരു പുരുഷന്റെ ഇച്ഛയാണ് ഈ എം ടി കഥാപാത്രങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള സൈക്കോളജി എന്ന് ഞാൻ ഈ പരാജയം ഇത് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പരാജയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ വിജയിക്കും തന്നെ പറയുന്നുണ്ട്, വിജയിക്കും. പക്ഷേ അവിടെയാണ് എം ടി കഥകളുടെ വ്യത്യാസം. പക്ഷെ ആ വിജയത്തിൻ്റെതായിട്ടുള്ള പോക്കിൽ, ആ വിജയം വെട്ടിപ്പിടിക്കാനുള്ള പോക്കിൽ എം ടി കഥാപാത്രങ്ങള് അവരുടെ നായക സ്വഭാവമല്ല, പ്രതിനായക സ്വഭാവം കാണിക്കുന്ന നായകന്മാരെയാണ് എം ടി കാണിച്ചു തന്നത്. ആരുടെയും കൈകളിൽ ശരിയല്ല നമ്മുടെ ഭാഷയിൽ പറയുന്നത്. ഇവരാരും നമ്മുടെ പരമ്പരാഗതമായ മലയാള സാഹിത്യം ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ, അതൊന്നുമല്ല എം ടിയുടെ നായകൻ. തകഴിയുടെ നായകരും അങ്ങനെയല്ല, ബഷീറിന്റെ നായകരും അങ്ങനെയല്ല. ആ ധാരയിലൂടെ തന്നെയാണ് വരുന്നത്. പക്ഷേ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ മാത്രമല്ല, സ്വന്തം കുടുംബത്തിലും ജീവിതത്തിലും ഒറ്റപ്പെട്ടു പോയവരെ, ഒഴുക്ക് നിലച്ചു പോയവരെ അനുതാപത്തോടുകൂടി കണ്ട് അവരുടെ ജീവിത വിഫലതകളെ, അവരുടെ അഭിലാഷങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, സ്വാർത്ഥതകളെ, ബലഹീനതകളെ ഒക്കെ യഥാർത്ഥമായി സൈക്കോളജിക്കൽ റിയലിസം നമുക്ക് പറയാവുന്ന മനഃശാസ്ത്രപരമായ സൂക്ഷ്മതയോടുകൂടി കുറെ മനുഷ്യർ നമ്മുടെ മുമ്പാകെ ഓരോ കഥയിലും ഓരോ നോവലിലും അവതരിപ്പിച്ചപ്പോൾ നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർ മനസ്സിലായി ഇത് എൻ്റെ മനസ്സിലും കൂടി കടന്നുപോയ മോശപ്പെട്ട വികാരമാണല്ലോ. മോശപ്പെട്ട വികാരമുണ്ട്, സ്വാർത്ഥതയുണ്ട്. ഇപ്പോൾ നഗരത്തിൽ പോയി താമസിച്ച് കച്ചവടമൊക്കെ ചെയ്ത് പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് നഗരത്തിലെ നാഗരിക വനിതകളുമായൊക്കെ ബന്ധം സ്ഥാപിച്ച് അവരിലൂടെ വളർന്ന് പണമുണ്ടാക്കി സ്വാധീനമുണ്ടാക്കി ജീവിതത്തിൽ വിജയിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന സേതുമാരെ പിന്നെ എനിക്ക് നമുക്ക് പരിചയപ്പെടുത്തും. മാലയൂരിയോ കമ്മലൂരിട്ടോ മോതിരൂരിട്ടോ കൊടുത്തിയാലോ നന്നാവട്ടെ എന്ന് വിചാരിച്ച് ജീവിതം തന്നെ ഹോമിച്ച സുമിത്രമാരെ നമുക്ക് പരിചയപ്പെടുത്തി. അവിടെയാണല്ലോ എം ടിയുടെ എക്കാലത്തെയും നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് ഒരു ശരം പോലെ അദ്ദേഹം എഴുതിവിട്ട ഒരു വാക്യം ഇന്ന് മലയാള സാഹിത്യത്തിൽ അങ്ങനെ മുഴങ്ങി നിൽക്കുന്നത്. സുമിത്ര പറയുന്ന ആ അമരവാക്യം, അത് പരിത്യക്തയായ ഏതൊരു സ്ത്രീയും മനസ്സിൽ സൂക്ഷിക്കുന്ന, രാഗി സൂക്ഷിക്കുന്ന ഒരു കത്തിയാണ്. സേതുവിനെന്നും ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു. സേതുവിനോട് ഒരു പെണ്ണിനെ കൊണ്ട്, അത് കുടുംബത്തിൽ വളരെ നശിച്ചപ്പോൾ കിടക്കുകയാണ് കേട്ടോ, വളരെ അങ്ങനെ അധപ്പറിച്ച് കിടക്കുകയാണ്. ഒന്നുമില്ല വീട്ടിലാരുടെ കൂട്ടിന് ആരുമില്ല. ഭഗവാനുണ്ടെന്ന് പറയും. ഭഗവാനും വേറെ ആരുമില്ല കൂട്ടിന്. എനിക്ക് നിന്നോട് എന്തും ഇഷ്ടം സ്നേഹമായിരുന്നു കേട്ടോ. അപ്പോഴാണ് മറുപടി, ഇല്ല സേതുവിന് ഒരാളുടെ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിന്റെ ജീവിത യാത്ര എനിക്കറിയാം. ഈ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ളതിന്റെ യാത്രയിൽ എന്തെല്ലാം നഷ്ടമാവുന്നത് നീ അറിയുന്നില്ല, പക്ഷെ ഞാൻ അറിയുമെന്ന് പറയുന്ന ഒരു വീട്ടിനുള്ളിലെ, ആ 4 വീട്ടിനുള്ളിലെ ഒരു പെണ്ണിടാതെ മകൻ മരിച്ചപ്പോൾ അത് ആഘോഷിക്കുകയാണ്. കാരണം മരിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഒരിക്കലല്ലോ, പക്ഷെ അവൻ അച്ഛൻ കേൾക്കുന്ന ഒരു അച്ഛന്റെ വികാരത്തെ പറ്റി അവിടേക്ക് ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കുന്ന എം ടിയുടെ കഴിവ്.
മനുഷ്യ മനസ്സാണ് ചുരുക്കി പറഞ്ഞാൽ, ഞാൻ കഥകൾ ഓരോന്നും പറയുന്നില്ല, മനുഷ്യ മനസ്സിൽ നടക്കുന്ന ഡ്രാമയാണ് എനിക്കിവിടെ നോവലുകളുള്ളത്. അത് ബാഹ്യമായിട്ടൊന്നും സംഭവിക്കുന്നത്. എന്തിന് വാനപ്രസ്ഥം എന്ന് പറയുന്ന പ്രകൃഷ്ടമായിട്ടുള്ള നീണ്ട കഥയിൽ, ദീർഘമായ കഥയിൽ മാഷും വിനോദിനിയും കൂടി യാദൃശ്യമായിട്ട് അല്ലെങ്കിലും മൂകാംബികയിൽ വെച്ച് വയസ്സുകാലത്ത് കണ്ടുമുട്ടും. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. ഒരർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അവര് ഉടജാദ്രിയിൽ പോകുന്ന ഒരു രാത്രി അവിടെ തന്നു, അടുത്തടുത്ത് പായിട്ടുണ്ട്. തിരിച്ചു വരുന്നു. മാഷ് അവർക്ക് ഒരു പൈസ കൊടുക്കാൻ ശ്രമിക്കുന്നു. അവർ വാഹനത്തിലാണ് പോകുന്നത്. വിനോദിനി പോകുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു കഥ, ആ കഥ എവിടെ നടക്കുന്നു വെച്ചാൽ മാഷിന്റെ മനസ്സിലാണ് നടന്നത്. ഈ രണ്ടുപേരുടെ ഹൃദയങ്ങളിലൂടെ നമ്മളെ പിടിച്ച് കൊണ്ടുപോകാനുള്ള കഴിവാണ് ആ ആ ആ കഥയെ അനശ്വരം. ഇതാണ് എന്റെ കഥകൾ. ബാഹ്യ ലോകത്തൊന്നും സംഭവിക്കില്ല. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അധികാരി ഒന്നുമില്ല. അവിടെ ആ ആന്തരികമായിട്ടുള്ള വിസ്ഫോടനങ്ങളെ, സംഘർഷങ്ങളെ അതിസൂക്ഷ്മമായി മൈക്രോസ്കോപ്പിൽ എന്ന പോലെ നമുക്ക് കാണിച്ചു തരുന്നതാണ് എം ഡി സാഹിത്യത്തിലുള്ള ലോകവികാരങ്ങൾ ഉണ്ടായിട്ടുള്ള അവിടേക്കാണ് ഇന്ത്യയുടെ മനസ്സിൽ. അദ്ദേഹം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു വാചകമുണ്ട്, ഏത് കൈമാറിനുള്ളിലും ഒരു നീരുറവുണ്ടോ എന്ന് അന്വേഷിക്കലാണ് എഴുത്തുകാരൻ. നമ്മൾ സാധാരണക്കാരോ ഈ കരിമ്പാറ എന്ന് പറഞ്ഞു പോകുന്നിടത്ത് എഴുത്തുകാരൻ അവിടെ നിന്നിട്ട് ഈ കരിമ്പാറയുടെ ഉള്ളിൽ എവിടെയെങ്കിലും നീരുറവുണ്ടോ എന്ന് അന്വേഷിക്കലാണ് എഴുത്തുകാരുടെ ധർമ്മം. ഇതൊന്നും എഴുതിയുടെ മാത്രം ധർമ്മമല്ല. എല്ലാ എഴുത്തുകാരും വാസ്തവത്തിൽ ആശയം പറഞ്ഞത് മനുഷ്യ കഥാകാരികളുണ്ട്. ഒരിടത്തിനും ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം, പ്രത്യയശാസ്ത്രപരമായി അതിനെ കാണുന്നത്, മനഃശാസ്ത്രപരമായി അതിനെ കാണുന്നത്, ആത്മീയമായ തലത്തിൽ തന്നെ കാണുന്നവർ തുടങ്ങി എഴുത്തുകാർ പലതരത്തിൽ സമീപിക്കും. പക്ഷേ ആത്യന്തികമായി ഒറ്റപ്പെട്ട മനുഷ്യരുടെ, തിരസ്കൃതരായ മനുഷ്യരുടെ, ആർക്കും വേണ്ടാത്ത മനുഷ്യരുടെ മനസ്സിനകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള പാസ്പോർട്ട് വിസയുമാണ് ഇന്ത്യയുടെ കഥകളും നോവലുകളും എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ സാഹിത്യത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതറിയാവുന്ന കാര്യമാണ് പറയുന്നത്. ഭാഷ എങ്ങനെ ഉപയോഗിക്കണം, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭാഷ, ഒരു ബാഹ്യ മോടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണല്ലോ. അത് ഞാൻ ഇടയ്ക്ക് മറച്ചു നോക്കി. അപ്പോൾ പറയുന്നു, അന്ന് വൈകുന്നേരം കരഞ്ഞുകൊണ്ടാണ് മകൻ വീട്ടിലേക്ക് വന്നത്. ഇതാണ് എഴുത്തുകാരൻ പറയുന്നത്. അന്ന് വൈകുന്നേരം മകൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. അതിന് പകരം അന്ന് സായാഹ്നത്തിൽ ബാഷ്പാകുലമായ നേത്രങ്ങളോടെയാണ് സ്വഭവനത്തിലേക്ക് പുത്രൻ മടങ്ങി വന്നത് എന്നാണ് എഴുതുന്നതെങ്കിൽ എന്നെ നിങ്ങൾ കണ്ടത്. എവിടെ വാക്കാണ്. ബാഷ്പാകുല നേത്രങ്ങളോടെയാണ് സ്വപുത്രൻ സ്വഭവനത്തിലേക്ക് 30 നേരത്ത് കടന്നു വന്നത് എന്ന് എഴുതിയാൽ എന്നെ തല്ലണമെന്ന്. കാരണം ആവശ്യമില്ലാത്ത നാട്യങ്ങൾ വേണ്ട. അന്ന് വൈകുന്നേരം കരഞ്ഞുകൊണ്ടാണ് മകൻ വന്നത് എന്നാണ് പറയേണ്ടതെങ്കിൽ അന്ന് വൈകിട്ട് കരഞ്ഞുകൊണ്ടാണ് മകൻ വന്നത് എന്ന് എഴുതിയാൽ മതി. കുറുക്കിയാൽ ഇനിയും കുറുക്കണം എന്നാണ് പറയുന്നത്. ഈ പൂവരൊക്കെ കുറുക്കുന്നത് കവിത നന്ന് കുറുക്കിയാൽ ഇനിയും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഇതാണ് എഴുത്തുന്നുള്ള നിലയ്ക്ക് എഴുതിയുടെ ഒരു ശൈലി. നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് പറയാം. നല്ലതാണ്, പക്ഷേ ഇത് ദീർഘമായി പോയി. നമ്മളറിയാം എന്തെല്ലാം പിന്നെ കുറെ വ്യക്തികളെ ആശയമൊന്നും പറഞ്ഞില്ല. കുറുക്കിയാൽ ഇനിയും ഉണ്ടാവും. ഏറ്റവും വിനയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് വിദ്യാഭ്യാസം. ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് പറയാം. തകഴി ശിവശങ്കര പിള്ളയും അതുപോലെ തന്നെ എസ് കെ പൊറ്റക്കാരും ഉറൂബും ഇവരൊക്കെ തന്നെ മാനസ ഗുരുക്കന്മാരായി, എഴുത്തിലെ ഗുരുക്കന്മാരായി ഇംഗ്ലീഷ് തന്നെ ഹേമിയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ഈ 3 പേര് പൊറ്റക്കാരൻ, ഉറൂബ്, ഇവരെയൊക്കെ തകഴി, ഇവരെയൊക്കെ ഒരു സ്ഥാനത്ത് നിർത്തിയിരുന്ന ഒരു മനസ്സ് എഴുതിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി തകഴിയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കാനായിട്ട് എനിക്കൊരു ആവശ്യപ്പെട്ടു. ഇനി എഴുതും. അവസാനത്തിൽ തപ്പിയുന്നുണ്ട്, കമന്ററി പറയണമല്ലോ. ഒരിക്കല് തിരുവനന്തപുരത്ത് അദ്ദേഹം വരുമ്പോൾ, ഇന്ന് വൈകുന്നേരം എനിക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എനിക്ക് വലിയ പണിയില്ല, എനിക്ക് വേറെ എന്തൊരു കാര്യത്തിൽ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ 6 മണി. അപ്പോൾ ഞാൻ ഈ ഭാര്യമാരെ ഉപദ്രവിക്കുന്നത് വലിയ ഗുരുതരായ ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് വരുമെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ ഇപ്പോൾ വെപ്പാളം കൂട്ടി ഉച്ചതൊട്ടേ ഭക്ഷണം ഉണ്ടാക്കി. അത് ഉപദ്രവം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞതേയില്ല. എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ നമുക്ക് പങ്കൽ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാം, ഭാര്യ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് അനങ്ങുന്നില്ല, അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ആ ഹോട്ടലിൽ പോകാനൊരു മനസ്സില്ലാത്തതുപോലെ. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കത് മനസ്സിലാക്കി ചോദിച്ചു, അല്ല ഇവിടുന്ന് ദോശ ഉണ്ടാക്കി തന്ന അവളെ ഞാൻ ഈ വാക്കിന് വേണ്ടി കാത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആ മഹത്വമാര് ഇതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ചോദിച്ചില്ല. എനിക്ക് പങ്കരിൽ നിന്നും മനസ്സിലാക്കിയ ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ചു.
പിന്നെ എന്നോട് പറഞ്ഞിരിക്കലേ ഈ ഡൽഹിയിലുള്ളപ്പോൾ ഇവിടെ ചില സ്നോബ്സ് ഉണ്ട്, ഏതിൻ്റെ വാക്കാണ്. ഒരു 10 രൂപയുടെ കാപ്പി കുടിക്കാനായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് 750 രൂപയുടെ കാപ്പി കുടിച്ചു. എനിക്ക് ആ മുഖം ഇതൊക്കെ പ്രകടനപരതയാണ്. ഈ പ്രകടനപരതയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. നമുക്ക് വീട്ടിൽ പാലില്ല, കട്ടൻ കാപ്പി ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറയുന്നത് എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി രണ്ട് കാപ്പി കുടിച്ചിട്ട് 750 രൂപയുടെ ബില്ല് കൊടുക്കുന്നതിന് മേനി കാണിക്കുന്നതിനെ അദ്ദേഹം വെറുത്തിരുന്നു എന്നുള്ളത്. ഈ നാട്യങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു നാടൻ വ്യക്തിയാണ് ടി വാസുദേവൻ. വിശ്വാസ അവിശ്വാസങ്ങൾ തൻ്റെ ജീവിതത്തിലുടനീളം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ടിയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത. ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ പൂർവ്വസൂരികളോടുള്ള ആദരവിനെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. ഞങ്ങൾ വിചാരിച്ച നാടകം കണ്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം ഓൾഡ് ഓവർ ആകാൻ പോകുന്ന സിനിമ പോലെ ചെന്നവരുടെ ടിക്കറ്റ് കിട്ടുന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ മണ്ടന്മാരെ പോലെ ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന കൗണ്ടറിലിരുന്ന സ്ത്രീ ചോദിച്ചു ഏത് ഷോയ്ക്കാണ്. ഇന്നിപ്പോൾ 6 മണി. അവൾ ചിരിച്ചു, പരിഹാസത്തോട് ചിരിച്ചിട്ട് പറഞ്ഞു അത് 1995 മറ്റാണ്. ഐ വിൽ ഗിവ് എ ടിക്കറ്റ് ഫോർ 1996. ഒരു വർഷക്കാല സിനിമയാണ് ഇന്നിവിടെ കാണാൻ വന്നിരിക്കുന്നത്. 1 വർഷത്തിന് ബുക്ക് ചെയ്തത് അതാണ് അവരുടെ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു കവിയോട് ഒരു ദേശം, ഒരു രാജ്യം ആദരവ് കാണിക്കുന്നത്. എന്നിട്ട് പുസ്തകയിൽ വന്നിട്ട് ഇങ്ങനെ ആത്മകഥ പറയുകയാണ്. നമ്മുടെ മുമ്പിലാണ് എന്തെങ്കിലും നമ്മൾ ചെയ്തോ, നമുക്ക് എഴുതാനൊരു ഭാഷ തന്നായിട്ട് വളരെ ധാർമ്മിക വശത്തോടു കൂടി സംസാരിക്കുന്നത്. നമുക്കൊന്നും പറയാനില്ല. തിരിച്ചു വന്നു. അദ്ദേഹത്തെ എൻ്റെ ഈ തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാനായിട്ട് ഗവൺമെൻറ് വെച്ചു. പിന്നീട് അത് ട്രസ്റ്റായി. ഞാനും യാദൃച്ഛികമായിട്ട് തിരിച്ചു വന്നത് യാദൃച്ഛികമായിട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടറിയായി. ചില ആദ്യ കാലത്തുള്ള ഇന്ത്യയുടെ വിഷൻ പരിഭാഷപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരു ചെറിയ പങ്ക്, 2-ആം ഘട്ടത്തിൽ പങ്ക് വഹിക്കാൻ എനിക്കും സാധിച്ചു. അദ്ദേഹത്തെ ചിലപ്പോൾ പ്രസംഗിക്കാൻ പറ്റും. പിന്നെ മലയാളി ഭാഷ അവിടെ പ്രസംഗിക്കാനൊക്കെ ഞാൻ പോയി ഇന്ത്യയോടൊപ്പം ഇന്ത്യയോടല്ലാതെയും. അങ്ങനെ ആ തുഞ്ചൻ സ്മാരകം ഈ തലത്തിൽ ഒരു ദേശീയ ഒരു സാഹിത്യ കേന്ദ്രമായി, ഒരു ദേശീയ കേന്ദ്രമായി, എഴുത്തച്ഛൻ്റെ പേര് ഇന്ത്യ മുഴുവൻ അറിയപ്പെടത്തക്ക രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരാനാണ് എംജിയുടെ ജീവിതത്തിൻ്റെ സായാഹ്നകാലം മുഴുവൻ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ പൈസ ആളുകൾ MBA കാരണമാണ്. അവർ ഒരുപാട് പേര് സ്പോൺസർഷിപ്പായി പാട്ടുകൾ പഠിത്തം, സ്റ്റേജ് പഠിത്തം എല്ലാം ഒരുപാട് മാനസ്കൃത്തുകളാണ് ശേഖരിക്കാൻ സാധിച്ചതും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഠന കേന്ദ്രമായി, റിസർച്ച് സെൻ്ററായി മാറി. ഒരു വ്യക്തിയുടെ ഭാവനയിൽ വിരിഞ്ഞ എൻ്റെ എഴുത്തച്ഛനോട്, എനിക്ക് എഴുതാൻ ഭാഷ തന്ന ആചാര്യനോട് ഇനി കടപ്പാടുകൾ ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ് നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവച്ചു എന്ന് മനസ്സിലുണ്ട്. അത് MB എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ചുള്ള ആ വ്യക്തിത്വത്തെ പറ്റി ഒരു പുതിയ ധാരണ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി എന്ന് പറയാനാണ്. അങ്ങനെ തൻ്റെ പൂർവ്വസൂരികളോടുള്ള വിനയം, കടപ്പാട്, കൃതജ്ഞത ഇതെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ദയാലുവായിരുന്നു MB വാസുദേവൻ ജീവിതത്തിലായിട്ട് ആക്കിയിരിക്കുക. അത് പുതിയ പടവരെ കാണിക്കുക. കൂട്ടത്തിൽ എനിക്ക് ഒരു ചെറിയ ലിഫ്റ്റ് എൻ്റെ പാട്ടുള്ള വീട് പാടാൻ. കാരണം പക്ഷേ ഈ സിനിമയിൽ ഞാൻ സഹകരിച്ചു എന്നുള്ളത് വാസ്തവം. എൻ്റെ പാട്ട് എഴുതിയുള്ളൂ. ആ സ്ക്രിപ്റ്റ് വായിക്കാൻ വന്നിട്ട് എന്നോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, വായിച്ചിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. സംശയങ്ങളല്ല, യോജിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ എന്നെ ചോദ്യം ചെയ്യും, ഇൻറ്ററോഗേറ്റ് ചെയ്യും, ചോദ്യം ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുപാട് ചോദിച്ചു, വളരെ എന്തിനാണ് കൊള്ളാൻ എടുത്തത്, എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, എല്ലാം അതിനകത്തെല്ലാം വാഴപ്പാടുള്ള കൊച്ചു കൊച്ചു വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചന്ദ്രുവിനെ ഇയാളെ കുത്തിക്കൊല്ലേണ്ട കാര്യവുമില്ല. പിന്നെ എന്തിനാണ് ചന്ദ്രൻ സ്പോട്ടിയില്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടിട്ടുണ്ടാവില്ല. അത് ഈ പാണന്മാർ പാടി വരുന്ന കഥകളാണ്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് പിന്നെ ആ സ്ക്രിപ്റ്റ് സിനിമയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാധ്യമമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ഏറ്റവും മികച്ച തിരക്കഥകളിൽ ഒന്നാണ്. അദ്ദേഹത്തിന് മാത്രം എഴുതാൻ പറ്റുന്നത്. ഞാൻ ഒരു തിരക്കഥ മോഹൻലാലാണെന്നുള്ള നിലയ്ക്കും സിനിമയുമായി ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും വടക്കൻ വീരകാലയുടെ തിരക്കഥ വീട്ടിലെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്താണ് MT നമ്മളൊന്നും തിരക്കഥ എഴുതുന്ന തിരക്കഥ ആവുന്നില്ല. എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്താണ് അറിയണമല്ലോ. അപ്പോൾ ഓരോ സീനും നമുക്ക് അറിയാമല്ലോ. ആ സീനിൽ ഞാൻ ആലോചിച്ചു, ഈ സീനിൽ ഞാനാണെങ്കിൽ എന്ത് ഡയലോഗ് എഴുതും. നമ്മളിങ്ങനെ വളരെയൊക്കെ എഴുതി വെച്ചു. ഇവിടെ ഒരു കൂടുതൽ കൊണ്ടാണ് ഇവിടെ അദ്ദേഹം ആ കാര്യം സംവേദനം ചെയ്തു. അവർ പോയില്ല എന്ന് ഇവരുടെ വീട്ടിൽ ആ കുട്ടികൾ വന്നിട്ട് യുദ്ധത്തിന് പിടിക്കുകയാണ്. ജയഗോയ ധൈര്യമുള്ള യുദ്ധത്തിന് വന്ന് പറഞ്ഞാൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോകില്ല എന്ന് പറയണമെങ്കിൽ എന്തെല്ലാം അതിനുള്ളിലുണ്ട്. അവർ പോവുകയില്ല. കാരണം എന്താ? അത് ഡയലോഗിലില്ല. അവർ പോകാത്ത കാര്യം എന്താണ്? ബിക്കോസ് അവർ ഉണ്ണിയാർച്ചയുടെ മക്കളാണ്. ഉണ്ണിയാർച്ചയുടെ വീര്യം എനിക്കറിയാം, പുത്തൂരവീട്ടിൻ്റെ വീര്യം എനിക്കറിയാം, അവർക്ക് എന്നോടുള്ള പക എനിക്കറിയാം, അവരുടെ ആയുധബലവും എനിക്കറിയാം. അവർ പോവുകയില്ല. ഇത്രയും കാര്യങ്ങൾ
അവർ മടങ്ങിപ്പോകില്ല എന്നൊരു കൊച്ചു ബാല്യത്തിൽ കൊടുക്കാൻ എനിക്ക് സാധിക്കും. നമുക്ക് സാധിക്കുമായിരിക്കില്ലെന്നല്ല, പക്ഷേ ഇത് വായിക്കുമ്പോൾ അവൻ പറയുകയാണ്, കൊല്ലാൻ അവൻ ഇനിയും ശ്രമിക്കും, മരിക്കാതിരിക്കാൻ. അത് കൂടുതൽ ചിത്രീകരിക്കാൻ സാധ്യമല്ല. വടക്കൻ വീരകഥ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല തിരക്കഥാകൃത്താക്കാൻ സാധിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞ എഴുതി സാഹിത്യത്തിനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ ഒഴുകിയിരിക്കുന്നു. മനഃശാസ്ത്രമാണ്, മനസ്സാണ് എഴുതിയുടെ തന്നെ. ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിൽ പ്രവേശിച്ചിട്ട് ആ മനസ്സിൻ്റെ ഗതിവിഗതികളെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം കഥകളിൽ നോവലുകൾ. അപ്പോൾ ഒരു തിരക്കഥ എഴുതുമ്പോഴോ ഡയലോഗുകൾ എത്രയും കുറയ്ക്കുകയും ആക്ഷൻ കൂട്ടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ മനസ്സിനകത്ത് കയറിയിട്ട് അവിടെ ഉരുണ്ടുകൂടുന്ന ആശയങ്ങളെ എങ്ങനെ നമുക്ക് ഡിസ്റ്റിൽ ചെയ്തെടുത്ത് ഒരു വാക്യത്തിൽ പറയാമോ അത് പറയാനുള്ള ശ്രമം. അതിനു മുമ്പ് ആ കഥാപാത്രത്തിൻ്റെ മനഃശാസ്ത്രം മുഴുവൻ ഗ്രഹിക്കാനുള്ള കഴിവ്, എന്തെല്ലാം തരത്തിൽ ആ സിറ്റുവേഷന് ടെൻഷൻ ഉണ്ടാകാനുള്ള കഴിവ്, ഇതെല്ലാം ചേർത്തിട്ടാണ് ഒരു വാചകം വരുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചത്. അത് തിരക്കഥ രചയിതാക്കളുടെ മാനവസ്ഥലമാണ്. ഇന്ത്യ വാസ്തവനായാലും അതുപോലെ തന്നെ വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിൽ അദ്ദേഹം അനുവർത്തിച്ച ജീവിതത്തിലെ അച്ചടക്കവും ആ ഒരു മാന്യതയും അതാണ് അദ്ദേഹത്തിന് കപടമായ ഒന്നും കുട്ടിയെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പറഞ്ഞതിൽ എന്തെങ്കിലും കപടമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കപടമായതൊന്നും പറയാതെ മനസ്സിൻ്റെ സത്യം മാത്രം നമ്മളോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരിക്കലും മരിക്കുകയില്ല എന്നാണ് പറയുന്നത്. മലയാള കഥയും സാഹിത്യമുള്ളിടത്തോളം കാലം ഈ വാക്കുകൾ നമ്മുടെ മനസ്സുകളിൽ അലയടിക്കും. നമ്മുടെ ഈ കഥകളിലേക്ക് നോവലിലേക്ക് വീണ്ടും പോകുമ്പോൾ അവിടെ നമ്മൾ ഇതുവരെ കാണാത്ത വൈകാരികമായ ആഴങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എം.ഡിയെ പോലെ എനിക്ക് മാത്രമേ ഉള്ളൂ മലയാളത്തിൽ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കും. എല്ലാ എഴുത്തുകാരെ പറ്റി നമുക്കങ്ങനെ പറയാം, ബഷീറിനെ പോലെ ബഷീറുള്ളൂ നമുക്ക് പറയാം. പക്ഷേ എം.ഡി ഒരു സാന്നിധ്യമായി, എം.ഡി വാസ്തവനായ ഒരു സാന്നിധ്യമായി നമ്മളോടൊപ്പം ഇത്രയും കാലം ഉണ്ടായിരുന്നു. പൊതുരംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം പ്രതികരിക്കാൻ അദ്ദേഹം പഠിച്ചിട്ടുമില്ല എന്ന് വാച്ചിമടയിലെ സമരത്തിലാണ് എനിക്ക് ഒരു പൊതുപ്രശ്നത്തിൽ കിടന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞൊരു വാക്കിൽ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കഥയിലായാലും ഇത്തരത്തിലുള്ള ആക്ടിവിസത്തിലായാലും നമ്മുടെ എഴുതുന്ന എല്ലാ കേസുകളും നമ്മൾ ജയിച്ചുകൊള്ളുന്നില്ല. ഒടുവിലുള്ള എല്ലാ കേസുകളും എല്ലാ വക്കീലന്മാരും ജയിക്കുന്നില്ല. തോക്കുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ചില കേസുകൾ വാദിക്കാൻ എഴുത്തുകാരൻ ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു പൊതു മനസ്സ്, ഒരു സമൂഹത്തിൻ്റെ മനസ്സുകൂടി എനിക്ക് സ്വന്തമാക്കിയിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഒക്കെ തന്നെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അർത്ഥത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മലയാളത്തിലെ എഴുത്തുകാർക്ക് നമ്മുടെ അഭിമാനിക്കുന്ന ഔദ്യത്തിലെത്തിയ എം.ടി. വാസുദേവൻ നമ്മളെ വിട്ടുപോയെങ്കിലും അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഊറിയ അമൃതാക്ഷരങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ അമൃതാക്ഷരങ്ങൾക്ക് ഒരിക്കലും മരണം ഉണ്ടാവുകയില്ല. മലയാളത്തിലെടുത്തോളം കാലം എം.ടി. എന്ന് പറയുന്ന വിസ്മയം നമ്മൾ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മഹാനുഭാവൻ്റെ ആ സ്നേഹനിധിയായ ഒരു എഴുത്തുകാരൻ എന്ന് തന്നെ പറയണം. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, പ്രവർത്തന കണ്ടുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന എഴുത്തുകാരൻ വ്യക്തിയാണ്. കുറിച്ച് ഈ സമീപകാലത്ത് നടന്ന ഒരു സംഭവത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഒരു തിരക്കഥ എഴുതേണ്ടിയിരുന്ന ഒരു തിരക്കഥ ഞാനാണ് എഴുതുന്നത്. അതായത് കോയമ്പീടെ ഉജ്ജയിനി എന്ന് പറയുന്നത് ആദ്യം സിനിമയാക്കാൻ പരിശ്രമത്തിലാണ് ഹരിഹരൻ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ എം.ഡിക്ക് ഒടുവിലായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഞാനാണ് അതിൻ്റെ ഡയലോഗ് എഴുതുന്നത്. എനിക്ക് തോന്നി എം.ഡി എഴുതാമെന്ന് കോയമ്പി ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ് ആരംഭിച്ചതാണ്, അറിഞ്ഞില്ല, മലയാളങ്ങളല്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ പോയി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അനുജ്ഞ വാങ്ങിക്കാറുണ്ട്. ഞാൻ എം.ഡി എഴുതേണ്ടിയിരുന്ന ഈ തിരക്കഥ ഞാൻ എഴുതുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ കൃതിയിൽ സിനിമയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം എന്നോട് പറഞ്ഞു, അതാണ് അവസാനമായി എം.ഡി എന്നെ സ്പർശിച്ചത്. യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക. യു ക്യാൻ ഡു ഇറ്റ് 3 തവണ അത് തന്നെ വളരെ ദുർബലനായി. കുറച്ച് സെപ്റ്റംബർ ഓഗസ്റ്റ് അവസാനം വീട്ടിൽ പോയി വിളിച്ചു യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന അനുഗ്രഹം എന്നിട്ടാണ് ഏറ്റവും അവസാനമായി ഞാൻ സംസാരിക്കുന്നത്. ആ യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു മന്ത്രമായി, ഒരു ടാലിസ്മനായി, ഒരു പ്രചോദന മന്ത്രമായി എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ട് അത് വന്നിട്ട് പോയല്ലോ എന്ന പ്രാർത്ഥനകളോട് ഓർമ്മിച്ചുകൊണ്ട് അങ്ങനെ എത്രയെത്ര എഴുത്തുകാരാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ മഹാനായ ഒരു വലിയ മനുഷ്യൻ്റെ സ്നേഹം, മൗനം കൊണ്ട് സ്നേഹിക്കാൻ അറിയാവുന്നവരാണ് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്നേഹമെല്ലാം സ്നേഹമുദ്രകളായി, അക്ഷരമുദ്രകളായി ഈ സാഹിത്യത്തിലുണ്ട്. അത് അനശ്വരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യുഗപ്രഭാവനായിട്ടുള്ള എഴുത്തുകാരൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയകൃഷ്ണത്തെ മാത്രം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ക്ഷമയ്ക്ക് ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലൂടെ വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
നിശ്ചയിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ MP അദ്ദേഹം എപ്പോഴും മൗനമായിരുന്നു മിക്കപ്പോഴും. പക്ഷെ ആ മൗനം വാചാലവുമായിരുന്നു. അദ്ദേഹം പ്രതികരിച്ചത് 1-2 സന്ദർഭങ്ങളിൽ മാത്രമായിരുന്നു. പക്ഷെ ആ പ്രതികരണം കേരളത്തിൻ്റെ സാംസ്കാരിക നായകരുടെ യഥാർത്ഥ മുഖം എങ്ങനെയായിരിക്കണം എന്ന് കൂടി കാണിച്ചു തന്നത് തന്നെയായിരുന്നു. അദ്ദേഹം മുമ്പ് പ്രതികരിച്ച് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പ്ലാച്ചിമട സമരത്തിൻ്റെ സമയത്ത് സാംസ്കാരിക നായകരുടെ സ്ഥാനം എന്തായിരിക്കണം, നിലപാട് എന്തായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മറ്റൊന്ന്, ഇന്ത്യ ഗവൺമെന്റ് നോട്ട് നിരോധിച്ചപ്പോൾ അതിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ പ്രതികരണമായിരുന്നു. മറ്റൊന്ന്, നമ്മുടെ ഭരണാധികാരി കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ധർമ്മം വിട്ട് മാറിയപ്പോൾ അത് ഓർമ്മിപ്പിക്കുക കൂടിയായിരുന്നു കോഴിക്കോട്. അങ്ങനെ നിർഭയമായി അധികാര സ്ഥാനത്തിരിക്കുന്നവരെ കാണുമ്പോൾ കുനിഞ്ഞു നടുവേദന എടുക്കുന്ന സാംസ്കാരിക നായകർ ഒരുപാടുള്ള മലയാളത്തിൽ തൻ്റെ ഇടനിൽക്കാരിൽ നിന്നും സാംസ്കാരിക നായകല്ല നിരന്തരമായി സംസാരിക്കുന്നതിന് പകരം ആവശ്യം മാത്രമുള്ള സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായി